പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. കാരണം ഇന്നലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് പെൻഷൻ തുക പലർക്കും കിട്ടാതിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചില അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. നമ്മൾ DBT സെൽ അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നു. തുക എപ്പോൾ ലഭിക്കും എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, മറ്റുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു തുക എത്തുമെന്ന് പറഞ്ഞിട്ട് കിട്ടാത്തതിന്റെ പേരിൽ ആരും ആകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള അറിയിപ്പുകൾ തന്നെയാണ് വരുന്നത്. വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പിൽ നമ്മൾ ആദ്യം തന്നെ പറയേണ്ട കാര്യം, നമ്മൾ ഇന്നലെ തന്നെ തുക വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെയാണ് അറിയിച്ചിരുന്നത്. നമ്മളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമല്ല, കേരളത്തിന്റെ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് തുകയുടെ വിതരണം ഇന്നലെ നടക്കാതെ വന്നത്. അതുകൊണ്ട് തന്നെ തുക വിതരണം ആരംഭിക്കുക തിങ്കളാഴ്ചയായിരിക്കും, അതായത് മറ്റന്നാൾ ആയിരിക്കും എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇത് DBT സെല്ലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ബന്ധപ്പെടുകയും തുക എന്തുകൊണ്ടാണ് വിതരണം ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചിരുന്നു. അവരോട് ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം തിങ്കളാഴ്ചയോടുകൂടി മാത്രമായിരിക്കും തുകയുടെ വിതരണം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ്. വളരെയധികം ആളുകൾ ഈ ഒരു പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. പലരും കമന്റ് ബോക്സിൽ പറയുന്നു, സാർ തുക എത്തിയിട്ടില്ല, ഇന്നലെ വരുമെന്ന് പറഞ്ഞു, ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. ഇത് തന്നെയായാലും ചില സാങ്കേതിക കാരണങ്ങളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനേക്കാൾ കൂടുതലായിട്ട് 2 മാസത്തെ പെൻഷൻ തുക കൂടി ഈ ഒരു വിഷു, റമദാൻ, അതുപോലെ തന്നെ ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ച് 2 മാസത്തെ തുക കൂടി മുഴുവനായി 4800 രൂപ വരെ വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള അറിയിപ്പായിട്ട്, ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പായിട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇലക്ഷൻ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഈ ഒരു ജനത്തിന്റെ വലിയ പ്രതിഷേധത്തിന് ഇരയാകേണ്ടി വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും. അതുകൊണ്ട് ഇതിനൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പെട്രോളിന്റെ വിലയും ഒക്കെ കുറച്ചിട്ടുണ്ട്, 2 രൂപ. അതുപോലെ ഗ്യാസിന്റെ വിലയൊക്കെ കുറച്ചിരിക്കുന്നു. ഇതെല്ലാം ഇലക്ഷന്റെ ഒരു ഭാഗമായിട്ട്, ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ എല്ലാ വർഷങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ രീതിയിലുള്ള നടപടികൾ ചെയ്യാറുള്ളതാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ അത് ഏത് രീതിയിലാണോ വരുന്നത് അതേ രീതിയിൽ തന്നെ വീണ്ടും തുക വർധനവ് വരികയും ചെയ്യും. അതാണ് അതിന്റെ ഒരു രീതി. പക്ഷേ ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ ഈ മാസവും അടുത്ത മാസവും ഒക്കെ ആയിട്ട് 3 മാസത്തെ തുക നമുക്ക് ലഭിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച, വെള്ളിയാഴ്ച കിട്ടുമെന്ന് പറഞ്ഞ തുക 1600 രൂപ തിങ്കളാഴ്ചയോടുകൂടി ലഭ്യമാകും. ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തുക തീർച്ചയായിട്ടും എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ മാസത്തെങ്കിലും തുക കിട്ടിയ ആളുകൾക്ക് കറക്റ്റായിട്ട് തുക മുടങ്ങാതെ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണിത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. നമ്മളുടെ കയ്യിൽ നിന്ന് ഒന്നും വിട്ട് പറയുന്നതല്ല, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അപ്ഡേഷനുകൾ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം ഇന്നലെ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, ഞാനും വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പാണ്. അതിൽ വന്നിരിക്കുന്ന മാറ്റത്തിൽ നമ്മളും ഒരു മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഇത് പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസം വന്നതിൽ നമ്മൾ അതിനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. തിങ്കളാഴ്ച ക്ഷേമ പെൻഷൻ തുക ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.